എടാ ആ സിം കാർഡിൻ്റെ കാര്യം എന്താ എടാ? ആ ഒരു പ്രേതം ഉണ്ടായില്ലേ? സിം കാർഡിന്റെ പ്രേതം. ഉം. ആ, എടാ അതെ, ഉം. നീ പണ്ടൊരു ജോലി ചെയ്തോണ്ടിരുന്നില്ലേ, ആ മറ്റേ എക്സിക്യൂട്ടീവ് ആയിട്ട്. റിക്കവറി ഏജന്റ് ഒക്കെ അതെ. ആയിട്ട്? അതെങ്ങനെയായിരുന്നു ആ ഓ ജോലി? അത് നമുക്കൊന്നും പറ്റില്ലടാ. ഉം. കാരണേ ഈ നമ്മളാ ഈ പൈസ അടയ്ക്കാത്ത ആൾക്കാരുടെ വീട്ടിലാണ് നമ്മൾ പോണേ. ഉം. അപ്പോൾ നമ്മൾ മാന്യമായിട്ടൊക്കെ തന്നെ സംസാരിച്ച് അവരുടെ അവസ്ഥ കൊണ്ടായിരിക്കും അവർ അടയ്ക്കാത്തത്. ഉം. പക്ഷെ നമ്മുടെ തലയിൽ പ്രഷർ വരുമ്പോണ്ടല്ലോ, ഉം. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഉം. ഇവരുടെ നിന്ന് പൈസ വാങ്ങിക്കുന്ന കുറേ രീതികളുണ്ട്. ഉം. ഒന്ന് ആ നാട്ടിൽ ഇവരെ നമ്മൾ നാറ്റിക്കും. ഉം. പിന്നെ ഇവരുടെ ബാങ്കിലേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തുമ്പോൾ ഉം. നമ്മുടെ സീനിയേഴ്സ് അവിടെ ഇരുത്തി അവരുടെ ഉണ്ടല്ലോ പറയാത്ത ചീത്ത ഉണ്ടാവില്ല. ഉം. അതും ഒറ്റയ്ക്കൊന്നല്ല പറയണത്, ഉം. എല്ലാവരും മുന്നിൽ വെച്ച് പറയുമ്പോൾ ഭയങ്കര നാണക്കേടായിരിക്കും. ഉം. അങ്ങനെയൊക്കെയാണ് ഇവരെ കൊണ്ട് അടുപ്പിക്കണത്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു രീതി താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ റിസൈൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു ന്യൂജൻ ബാങ്കിൽ നടന്ന ഒരു ഇഷ്യൂ ആണ്. ഒരു പയ്യൻ അവിടെ സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്തു, റിക്കവറി എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ്ഡ് ഗുഡ്സ് എന്ന് വേണേൽ പറയാം. ശരിയാണ്, നമ്മൾ പൈസ കടം വാങ്ങിയാൽ തിരിച്ചടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നമ്മളത് അടയ്ക്കണം. പക്ഷേ ഒരുത്തൻ പൈസ വാങ്ങുന്നതിൻ്റെ സാഹചര്യം മനസ്സിലാക്കണം, പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതിന് നമുക്ക് നിയമപരമായി ഇപ്പോൾ കോടതി പറഞ്ഞ പോലെ നിങ്ങൾ കോടതിയിൽ പോകണം, ഏജന്റുമാരെ വിട്ട് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, പല പ്രശ്നങ്ങളും കോർട്ട് ഇപ്പോൾ പറയുന്നുണ്ട്. ഇതങ്ങനെയല്ല, ഇവരെന്ത് ചെയ്തു, ഇവൻ കാരണം ഒരു കല്യാണം മുടങ്ങിപ്പോയി. ഇവൻ എന്ത് ചെയ്തു, പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ ടീം ഒരു അതിബുദ്ധി കളിച്ചു. ഈ പെൺകുട്ടിയുടെ കല്യാണാലോചന വർഷങ്ങളായിട്ടുള്ള ഒരു ആലോചനയായിരുന്നു. അതിങ്ങനെ ഉറപ്പിച്ചു വന്നപ്പോഴും എന്ത് ചെയ്തു, അവരുടെ വീട്ടുകാർ, ആ ചെക്കൻ്റെ വീട്ടുകാരെടുത്ത് എങ്ങനെയോ ഇവരുടെ ടോക്കെത്തി. ഇത്രയും കടബാധ്യതയുള്ള ഒരു വീട്ടുകാരെ എടുത്ത് തലയിൽ വെക്കേണ്ട, കാരണം ആ വീട്ടിൽ 2-3 പെൺമക്കളും ഉണ്ടായി. അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ആ കല്യാണം മുടങ്ങി. അങ്ങനത്തെ ഒരു കേസിൽ ഇവനൊക്കെ ഉണ്ട്. പക്ഷേ ബാങ്കിൻ്റെ കപ്പാസിറ്റിയും അവരുടെ ഇതൊക്കെ കൊണ്ട് ഇവരെല്ലാം ഊരിപ്പോന്നു. മറ്റേ മരിച്ചവർ മരിച്ചു, നമുക്കറിയാമല്ലോ. ഉടനെ തന്നെ ഇവർ PR ഏജൻസികളെ ഏൽപ്പിക്കും ഇങ്ങനത്തെ വിഷയത്തെ പറ്റി. അപ്പം നിങ്ങൾ നോക്കിയാൽ മതി, ഇതിൻ്റെ താഴെ കമൻ്റ് ഇടുന്നത് നോക്കിയാൽ മതി. പണം വാങ്ങിയാൽ തിരിച്ചടയ്ക്കാൻ പഠിക്കണം, പണം വാങ്ങി ഞണ്ണിയാൽ പോരാ. ശരിയാണ്, പണം വാങ്ങിയാൽ തിരിച്ചടയ്ക്കണം, അല്ലാത്തവൻ കടം വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യും. പക്ഷേ ഇവനൊക്കെ ധൈര്യം ഉണ്ടോയെന്ന് അറിയത്തില്ല. നമ്മുടെ ഇവിടുത്തെ വമ്പൻ ആൾക്കാരുടെ താഴെ പോയിട്ട് കടം വാങ്ങി ബാങ്കിനെ കളിപ്പിക്കുന്നത് കോടീശ്വരന്മാരാണ്, ശതകോടീശ്വരന്മാരാണ് ബാങ്കിനെ കളിപ്പിക്കുന്നത്. ഇതിൻ്റെ താഴെ പോയി ഒരു കമൻ്റ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ അവരെ ത്രെട്ട് ചെയ്താണ് പൈസ വാങ്ങാൻ എളുപ്പം. ഇവൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന് എന്ത് ചെയ്തെന്നാ, ബാങ്കിൻ്റെ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഇവൻ്റെ ഒരു സിം എടുത്തതാണ്, ഒരു പ്രൈവറ്റ് സിം എടുത്തു. സിം എടുത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്തപ്പോഴത്തേക്ക് സിമ്മൊക്കെ ഇൻസേർട്ട് ചെയ്തൊരു ഫോണിലിട്ട് ഇൻസേർട്ട് ചെയ്ത് അതിലൊരു വാട്സപ്പ് ഓപ്പൺ ആക്കിയപ്പോഴുണ്ട് ഈ സിമ്മ് കുറേ കാലമായി ഓഫായിരുന്നു. പെട്ടെന്ന് ഇത് വാട്സപ്പൊക്കെ ഓപ്പൺ ആയപ്പോഴത്തേക്ക് മെസ്സേജുകളൊക്കെ ഇങ്ങനെ കിടുകിടാന്ന് പറഞ്ഞ് വരാനും അങ്ങനെയൊക്കെ തുടങ്ങി. കുറച്ച് മെസ്സേജൊക്കെ ഡൗൺ ആയി. അപ്പോൾ ഇവൻ രസത്തിന് എന്ത് ചെയ്യുന്ന, അത് ഇപ്പോൾ സിമ്മുള്ളവൻ്റെ കയ്യിലാണല്ലോ ഇതിൻ്റെ OTP വരുന്നത്. അപ്പോൾ അവനതങ്ങ് എടുത്തിട്ട് നോക്കിയപ്പോഴും ഇവർ കാരണം ആ മരിച്ചുപോയെന്ന് പറഞ്ഞാൽ പെൺകുട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിമ്മായിരുന്നു. ഇവന് അത് ഇവൻ്റെ കയ്യിൽ വന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ നമ്പറാണെന്ന് അറിഞ്ഞുകൊണ്ട് എടുത്തതൊന്നുമല്ല. ഇപ്പം നമ്മുടെ ഓഫീസ് നമ്പർ ആരുടെയാണ്, ഈ നമ്മുടെ കൊച്ചിയിലുള്ള ഏതൊരു ഓട്ടോ തൊഴിലാളിയുടെ നമ്പറാണ്. പലപ്പോഴും രാത്രി ഓഫീസിലേക്ക് വിളിച്ചു വെച്ചിട്ട് ട്രിപ്പൊക്കെ വിളിക്കും. അതുപോലൊരു സംഭവം അങ്ങനെ യാദൃശ്ചികമായി മറിഞ്ഞു വന്നതാണ്. പക്ഷെ ഇതൊരു കോയിൻസിഡൻസ് ആയിപ്പോയെന്നും പറഞ്ഞു. ഇതൊരു കോയിൻസിഡൻസ്. പക്ഷെ ഇവൻ എന്ത് ചെയ്തെന്നാ, ഇത് പേടിച്ചിട്ട് ഈ പുള്ളി രാത്രി ഡ്രൈവ് ചെയ്ത് വരുമ്പോഴൊക്കെ ഇവൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിയുടെ മുഖം ഇവർക്കറിയാം, കാരണം ഇവർ ആ വീട്ടിൽ പോയിട്ടാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വണ്ടിയുടെ സൈഡ് മിററിലൊക്കെ പെട്ടെന്ന് നോക്കാൻ നേരം ഈ പെൺകുട്ടിയെ കാണും. മനസ്സിലായില്ലേ? അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവൻ്റെ രാത്രി ബൈക്ക് ഓടിച്ച് വരാൻ വരെ പേടിയായി. ഇവൻ ഈ ഫോൺ തൊടൂല, ഫോൺ പുറത്ത് വെച്ചേക്കും. ഫോണിൽ തൊടത്തേയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണൊക്കെ പേടിയായി തുടങ്ങി. കാരണം ഇവൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, നോക്കിക്കോടാ അതിൻ്റെ ആത്മാവ് നിന്നെ തീർക്കും, നിങ്ങളെ തീർക്കും എന്നൊക്കെ പറഞ്ഞു. ഇതൊരു അപ്പാവി സംഭവമായിരുന്നു. കാരണം ഗതി കെട്ടിട്ട് ഒരു ജോലി, ഇപ്പം നമ്മുടെ കൗൺസിലിംഗ് സെൻറ്ററിൽ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ഈ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർ. കഴിഞ്ഞ ദിവസം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നൊരു മാഡമായിരുന്നു. ആ മാഡത്തിൻ്റെ അടുത്ത് അവരെ ഹെഡ് പറഞ്ഞു, നീ എന്ത്
ഞങ്ങൾക്കൊന്നും അറിയണ്ട, നീ ടാർഗറ്റ് വെച്ചോണം, ഇല്ലെങ്കിൽ ജോലിയും കളഞ്ഞിട്ട് പോകും. അവർ സംസാരിക്കുന്ന ഭാഷ അത്ര മോശമാണ്. അവരിരുന്ന് കരയുക ചെയ്തത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞെന്താണോ, എൻ്റെ മോൻ്റെ പ്രായം പോലും ഇല്ല അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ വാക്കുകൾ സാറേ ഇവിടെ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത്രയും ഹറാസ് ചെയ്യപ്പെടുന്നുണ്ട് ഇവർ. അതുപോലെ ഇവന് ഹറാസ് ചെയ്യപ്പെട്ടപ്പോൾ അന്ന് ഇവരെല്ലാം കൂടി ആ പ്രായത്തിൻ്റെ ഇതും ആ ഒരു എടുത്തുചാട്ടത്തിലും പറഞ്ഞു പോയതാ. അപ്പം ഇത് ഇവന് പേടിയായി. പിന്നെ ഇവൻ്റെ കൂടെയുള്ള 3-4 പേർക്കും ഇതൊരു ഞെട്ടലായി. അതിൽ ഒരാളുടെ വൈഫ് എന്തോ പ്രഗ്നൻസി ടൈമിൽ മരിച്ചു പോകുക എന്തൊക്കെയോ, അതൊക്കെ ഈ പ്രശ്നങ്ങൾ കൊണ്ടാന്നൊക്കെ എവിടെയോ പോയി ജ്യോതിഷനെ കണ്ടപ്പോൾ പറഞ്ഞു. എന്നിട്ട് ആ ജ്യോതിഷം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ ആ ആത്മാവ് പ്രതികാരമായിട്ട് കൊന്നുകളയുന്നു. അപ്പോൾ എന്തോ ഈ മറ്റേ എന്താ പറയുക, മോങ്ങാണ്ടിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞ പോലെ ഇവൻ്റെ കയ്യിൽ ആ സിമ്മും കിട്ടുകയും ചെയ്തു. ഈ സിം എടുത്ത് ആക്ടിവേറ്റും ചെയ്തപ്പോഴത്തേക്ക് കിട്ടിയ DP-ൽ ഈ പെങ്കൊച്ചിൻ്റെ ഫോട്ടോ. അങ്ങനെ പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സിമ്മൊക്കെ കിട്ടുമ്പോൾ ഇത് പണ്ടാരെങ്കിലൊക്കെ ഉപയോഗിച്ച സിമ്മായിരിക്കും, കട്ടായി കഴിയുമ്പോൾ മറിഞ്ഞു വരുന്നത്. പക്ഷേ ആ വാട്സപ്പ് അക്കൗണ്ട് അതിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ രസം വന്നു. ഇവന് പിന്നെ പുറത്തിറങ്ങാൻ പേടി. ഇവൻ്റെ വീട്ടിലേക്ക് ഇച്ചിരി ദൂരം, ഒരു 1-1.5 കിലോമീറ്റർ ഇച്ചിരി ഉള്ളിലൂടെ സഞ്ചരിക്കണം. ഞാൻ ലൊക്കേഷൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ബാങ്കും ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പം ഞാനത് പറയുന്നില്ല, കുറച്ച് ദൂരത്തേക്ക് പോകണം. അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, അവിടെ റോഡ് സൈഡിൽ പോയിട്ട് വണ്ടിയും വെച്ച് ബൈക്കും വെച്ചുകൊണ്ട് നിൽക്കും. അല്ലെങ്കിൽ വഴിയെ പോകുന്ന ആരെങ്കിലും, ചേട്ടാ അങ്ങോട്ടാണോ, ഞാൻ അവിടെ ഇറക്കിത്തരാം. ഇവൻ പേടി, ഭയം. അത് കാരണം ഈ കുട്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഇവൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ചേട്ടാ എനിക്കറിയത്തില്ല, രാത്രി ആവുമ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയുടെ ഓർമ്മയാണ്. കാരണം ഇവളുടെ സിമ്മ കയ്യിലിരിക്കുന്നത്, ഞാനതെടുത്ത് ഒടിച്ചു കളഞ്ഞു. സിം ഒടിച്ചു കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വാട്സപ്പ് ഇതിനകത്ത് ഇൻസ്റ്റാൾഡ് ആയിരിക്കുകയല്ലേ, ഒന്നും ചെയ്യാനില്ല. ഇവൻ ഇത് തൊടാൻ പേടി. മറ്റന്മാർ പറഞ്ഞു വേണ്ടടാ, ഒന്നും ചെയ്യണ്ട, ചിലപ്പോൾ എന്തെങ്കിലും പണി കിട്ടിയാലോ. ഇവൻ പറയുന്നതെന്ന് പറഞ്ഞാൽ രാത്രി കോള് റിങ് ചെയ്യുന്ന പറയുന്നത്, ഫോണിൽ കോള് റിങ് ചെയ്യും, കോൾ എടുക്കില്ല, ആ കോള് റിങ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മാനസിക വിഭ്രാന്തിയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഏകദേശം ആ ഗ്യാങ്ങിലുണ്ടായിരുന്ന 3-4 പേര്, ഒരാളെ എനിക്ക് പേഴ്സണലി അറിയാം. പുള്ളി ഒരു പെട്ടെന്നൊരു ദിവസം കുഴഞ്ഞു വീണ് കിഡ്നിയൊക്കെ ഫെയിലിയറായ ആൾ തീർന്നു പോയി. അത് ഈ പ്രശ്നം കൊണ്ടല്ല, അവൻ്റെ ഹെൽത്ത് ഇഷ്യൂ ആണ് മരിച്ചത്. അതിനെല്ലാം കൂടി എന്ത് ചെയ്യുന്നു, ഈ പ്രേതം ക്ലബ് ചെയ്ത് വന്നു. ഇനി ഏറ്റവും രസം എന്താണോ, ഇതിനെതിരെ ഈ ഒരു വിഷയത്തെ സീരിയസ് ആയിട്ട് റിക്കവറി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു മാഡമായിരുന്നു. ആ മാഡത്തിൻ്റെ മരണം നടന്നിട്ട് എനിക്ക് ഏകദേശം തോന്നുന്നു ഒരു നമുക്കത് മനസ്സിലാവും, ആളെ മനസ്സിലാവും, നമ്മളവിടെ പോയിട്ടുണ്ട്. ആ മാഡമായിരുന്നു. അപ്പൊ ഈ കണ്ണിൽ ഇനി ഇവനും വേറെ 2 പേരും ഉള്ളൂ. പിന്നെ പേടിക്കണോ, ജീവൻ പോകുന്ന കേസ്. ഇവൻ പേടിച്ച് അവൻ്റെ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഭ്രാന്ത് പോലെയൊക്കെ ഇപ്പോൾ പെരുമാറുന്നത്. കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി. എവിടെയോ ചെന്നപ്പോഴത്തേക്ക് പ്രേതബാധയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിടിച്ചിട്ട് ചൂരലിന് തല്ലുകയും അത് മരത്തിൽ ആണി അടിക്കുകയും തേങ്ങ തല കൊണ്ട് അടിച്ച് പൊട്ടിക്കുകയും എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്തു. എന്നിട്ടൊന്നും ഇതിനൊരു വ്യത്യാസമില്ല. എന്നിട്ട് ഇപ്പം എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയി കണ്ടു, കാര്യങ്ങളൊക്കെ ചെയ്തു. എനിക്ക് പൂർണ്ണമായി ഡീറ്റെയിൽ പറയാൻ പറ്റില്ല, കാരണം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ഇനി ഇവന് പെങ്ങന്മാരാണ് ഉള്ളത്. ഞാനിതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞ ആർക്കെങ്കിലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പറയും, നാട്ടുകാർ പറയും അവളെ കെട്ടണ്ട, അവളുടെ ആങ്ങളയ്ക്ക് ഭ്രാന്താണ്. ഇവൻ ഭയമാണ് സാധനം, ഭയം ഭ്രാന്തല്ല, അത് മാറിപ്പോകാവുന്ന ഒരു കേസാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു വിഷയമാണ് അവിടെ ഉണ്ടായത്. ഈ പയ്യൻ തീർത്തും ഞങ്ങൾ പറഞ്ഞു, നിന്നെക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ ജോലി ഒഴിവാക്ക്. കാരണം അവനെ കൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ജോലി. അവൻ ഇച്ചിരി ഒരു സോഫ്റ്റ് മൈൻഡഡ് മാനാണ്. അപ്പം മോൻ്റെ കാര്യം ചെയ്യും, ഈ ജോലി വിട് എന്ന് പറഞ്ഞു. വേറെ ജോലികൾ ഓപ്ഷൻസ് അവന് വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ കിട്ടും. നീ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് എവിടെയെങ്കിലൊക്കെ യാത്രകൾ പോകും. അത് നിനക്ക് ധൈര്യമുള്ള 1-2 പേരുടെ കൂടെ സഞ്ചരിക്കും, കൂട്ടുകാരുടെ കൂടെയൊക്കെ സഞ്ചരിക്കുക എന്നൊക്കെ പറഞ്ഞു. കൗൺസിലിങ്ങും സൈക്യാട്രിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ആളിങ്ങനെ നോർമലായി വരുന്നുണ്ട്. ഇതിലെനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വാങ്ങുന്ന സിമ്മുകൾ ചിലപ്പോൾ ആരെങ്കിലൊക്കെ ഉപയോഗിച്ച സിമ്മുകളായിരിക്കും. ചിലപ്പോൾ ആ വ്യക്തി ജീവിച്ചിരിക്കാം, ചിലപ്പോൾ മരിച്ചു പോയിട്ട് കട്ടാതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പല പ്രശ്നങ്ങളുണ്ടാകും. എന്ത് വന്നാലും ഉപയോഗിക്കുന്ന നിങ്ങൾ ഭയപ്പെടരുത്. ഒരിക്കൽ പേടിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മളെ പിന്തുടരുന്നതായിട്ട് തോന്നും. ഇവൻ ശരിക്കും എപ്പോഴും ഇതിൻ്റെ പ്രസൻസ് കാണുന്നത് പേടിച്ചിട്ടാണോ?
ഭയം കൊണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൻ്റെ ഒരു ഇമാജിനറി പവറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പം ഈ പ്രേമിച്ച് നടക്കുന്നവർക്കൊരു കാര്യം മനസ്സിലാവും. ഇവർ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇപ്പം ഒരാളുമായിട്ടൊരു പ്രണയം ഉണ്ടെന്ന് വെച്ചു, നമ്മുടെ അടുത്ത് പറയാണ് നമുക്കിവിടെ കബൻ പാർക്കിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുന്ന, കബൻ പാർക്കിൽ ഇരുന്ന് വെച്ചിട്ട് വരുന്ന എല്ലാവരെയും നമുക്ക് ഇവരായിട്ട് തോന്നും. കാരണം എന്താ, നമ്മുടെ മൈൻഡ് മൊത്തം അവളെ ചിന്തിച്ചിരിക്കുകയാണ്, സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ തോന്നും. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേമത്തിന്റെ വേവ് കറക്റ്റ് ആകുമ്പോഴല്ലോ നമുക്കറിയാം അവള് വിളിക്കും എന്ന് പറഞ്ഞാൽ അവള് വിളിച്ചിരിക്കും. മനസ്സിലായോ? ആ ട്യൂണിങ് ആണ്. അതേപോലെ ഇവൻ എന്ത് ചെയ്യുന്ന, ഭയന്നിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇവൻ ചിന്തിക്കുന്നത് ഇപ്പൊ കോള് വരും, ഈ സിമ്മിലേക്ക് എവിടെന്നെങ്കിലൊക്കെ കോള് വരുന്നതാണ്. അങ്ങനെയാണ് ഇവൻ പേടിച്ചിട്ട് സിമ്മൊക്കെ പൊട്ടിച്ചു കളഞ്ഞത്. ഇവന്റെ വിചാരത്തില് ഈ പെണ്ണാണ് വിളിക്കുന്നത്, പെണ്ണിന്റെ ആത്മാവ് സംസാരിക്കാൻ വിളിക്കുന്നു. പിന്നെ ഈ പോയി കണ്ട ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രേതബാധയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് പേടിപ്പിച്ച് പൈസ ഉണ്ടാക്കുകയും ചെയ്തു. അതൊരു ബിസിനസ്സായിട്ട് കണ്ടു. അങ്ങനെ സംഭവിക്കാം. പിന്നെ അടുത്ത് നിങ്ങൾ ചോദിച്ചേക്കാം, ഇത്രയും പേര് മരണപ്പെട്ടത് എങ്ങനെയാണ്. ചില കാര്യങ്ങൾക്കൊരു കാവ്യനീതി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. നിങ്ങൾ അധികാരത്തിന്റെ ബലത്തിൽ ചെയ്താലും യൂണിഫോമിന്റെ ബലത്തിൽ ചെയ്താലും ഒരു ദിവസം ഇതിനെല്ലാം കണക്ക് പറഞ്ഞു നമ്മൾ ഇപ്പം പ്രശ്നങ്ങളുണ്ടാകാം, നിങ്ങൾ നേരിട്ട് സംസാരിക്കുക. അതിൽ വേറൊരു വ്യക്തി അറിയാനോ വേറൊരു വ്യക്തി അതിനകത്ത് പെടാനോ പോകരുത്. നമുക്കതിനകത്ത് നിയമപരമായ കാര്യങ്ങളുണ്ട്. ചില കേസുകൾ വിധിച്ച ഞാൻ എൻ്റെ കുഞ്ഞിലെ ഞങ്ങളുടെ അടുത്തൊരു വീടിനടുത്തൊരു അഡ്വക്കേറ്റിൻ്റെ ഫാമിലിയുണ്ട്. ആ വീട്ടിലെല്ലാവർക്കും മാനസിക പ്രശ്നങ്ങളാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നാട്ടുകാർ ഞങ്ങളുടെ അടുത്ത് കുഞ്ഞിലെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്ന് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ ആ വീട്ടിൽ കളിക്കാനൊക്കെ പോകും. അപ്പോൾ എപ്പോഴും ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ നിലവിളിയും കരച്ചിലൊക്കെ കേൾക്കാം. കാരണം ഒത്തിരി പറമ്പുള്ളതുകൊണ്ട് ഞങ്ങൾ പിള്ളേർ കളിക്കുന്ന അവിടെയാണ്. അപ്പം നിലവിളിയും കരച്ചിലൊക്കെ കേൾക്കാം. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ആ അഡ്വക്കേറ്റിൻ്റെ എല്ലാ മക്കളും നല്ല ബുദ്ധിയുള്ളവരും നല്ല പഠിക്കുന്ന പിള്ളേരുമായിരുന്നു. ഇയാൾ എന്തോ ഒരു കേസ് നിയമപരമായി അത് തെറ്റ് തന്നെയാണ് അയാൾ ചെയ്തത്. പക്ഷെ എന്ത് ചെയ്യുന്നു, അഡ്വക്കേറ്റും കൂടി ചേർന്ന് വെച്ചിട്ട് അതിന് തെളിവുകൾ സൃഷ്ടിച്ച് അവനെ കുരുക്കി, അവനകത്താക്കി. പക്ഷേ ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശിക്ഷ കിട്ടേണ്ട കേസല്ലായിരുന്നു. ഇവർ പക്ഷെ അത് തെളിവുണ്ടാക്കി അവനെ അങ്ങ് കുടുക്കി. പക്ഷെ പിന്നെ എപ്പോഴൊക്കെയോ ആ കുടുംബത്തിലെ എല്ലാവരും മാനസികമായും മറ്റു പ്രശ്നങ്ങളൊക്കെ വന്ന്, എനിക്കറിയാവുന്ന അവസാനത്തെ ആള് ആ വീട്ടിലെ കിണറ്റിൽ തന്നെ വീണ് മകൻ മരിച്ചത് ഇപ്പോഴും. അപ്പം ഇങ്ങനെ കുറച്ച് ഇൻസിഡൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് പ്രേതബാധയൊന്നുമല്ല, നമ്മുടെ ഭയം ജനറേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ പല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, പല പ്രശ്നങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ തരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനോ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾ വിളിക്കുക.